ലോകത്തെമ്പാടും ലക്ഷക്കണക്കിന് ആളുകൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഡയറ്റിംഗ് ചെയ്യാറുണ്ട്. അവരങ്ങനെ ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ കാലറി കുറച്ചാൽ ആരോഗ്യത്തിന് അത് ഗുണം ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു വലിയ പ്രശ്നമുണ്ട്. ശരീരം ഈ ഒരു സിറ്റുവേഷനെ വേറെ രീതിയിലാണ് മനസ്സിലാക്കുക. ബോഡിയിൽ എന്തോ വലിയ സ്ട്രെസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോൺസ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. ഇത് കാരണം ലിവറിൽ നിന്നും കൂടുതലായിട്ട് ചീത്ത കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്ന ആളുകളിൽ ഇതുപോലെ ഒരു ചെയിൻ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ശരീരത്തിലെ ഇൻസുലിന്റെ അളവ് ആകെ കൂടെ താളം തെറ്റുകയാണ്. അതുപോലെ മെറ്റബോളിസം സ്ലോ ആക്കപ്പെടുകയാണ്. അങ്ങനെ പതുക്കെ പതുക്കെ കൊളസ്ട്രോളിന്റെ അളവ് കൂടി കൂടി വരും. എന്നാൽ ഇതൊക്കെ ചെയ്താലും ശരീരത്തിന് ആവശ്യത്തിനുള്ള എനർജി കിട്ടുന്നില്ല. ശരീരം എനർജിയെ തേടി പോവുകയാണ്. വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്ന പല ആളുകളിലും രാവിലെ ഒന്നും കഴിക്കില്ല, പക്ഷേ ഉച്ചക്കും വൈകിട്ടും രാത്രിയും അവർ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു പ്രവണത കണ്ടുവരാറുണ്ട്. അപ്പൊ നമ്മൾ ഇതിന് എന്താണ് ചെയ്യുക? ഈ ഒരു ചെയിൻ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക. ഏറ്റവും നല്ലത് ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് കുറച്ച് ഓട്സ് അല്ലെങ്കിൽ കുറച്ച് നട്ട്സ് ഇതുപോലെ എന്തെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു സൈക്കിൾ ബ്രേക്ക് ആവും. ഈ ചെയിൻ റിയാക്ഷൻ നടക്കൂല. അതുകൊണ്ട് തന്നെ കൊളസ്ട്രോളിന്റെ അളവ് ഏകദേശം ഒരു 10% വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഇനി നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്നുണ്ടെങ്കിൽ കൊളസ്ട്രോളിനെ കുറിച്ച് ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കും.